ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇന്നലെ റിലീസ് ചെയ്ത ഒരു മിനി സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു തമിഴ് മിനി സീരീസ് ആണ്. ഒരു ഫീൽ ഗുഡ് ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്തുന്ന ഒരു സീരീസാണ്. തമിഴ് സീരീസാണ്. പാരച്യൂട്ട് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. സീരീസ് സംവിധാനം ചെയ്തിട്ടുള്ള രാസു രഞ്ജിത്താണ് ഈ സീരീസ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ശക്തി ഋത്തിക്, ഇയാല്, കൃഷ്ണ, കനി തിരുഷാം, കിഷോർ, കാളി വെങ്കിട്ട് എന്നിവരൊക്കെയാണ് ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായിട്ടാണ് ഈ ഒരു സീരീസ്. ഒരു മിനി സീരീസാണ്. 5 എപ്പിസോഡ് അടങ്ങുന്ന ഒരു മിനി സീരീസാണ്. ഏകദേശം ഒരു 30 എവറേജ് ഡ്യൂറേഷൻ 25-30 മിനിറ്റ് അടങ്ങുന്ന 5 എപ്പിസോഡുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഡ്രാമ ത്രില്ലറാണ്. ഈ ഒരു സീരീസിന്റെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, 2 മക്കളാണ് ഇതിൽ മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. 2 മക്കളും പിന്നെ അവരുടെ അച്ഛനും അമ്മയും പിന്നെ ഒരു പോലീസ് ഓഫീസറും, അവരാണ് മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഈ 2 മക്കള് അതിൽ ഇളയ കുട്ടിയുടെ പിറന്നാളിൻ്റെ അന്ന് പിന്നെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഏട്ടൻ എന്ന് പറഞ്ഞാൽ 11 വയസ്സുള്ള ചെക്കനാണ്. അച്ഛൻ്റെ ബൈക്ക് എടുത്ത് പോകും. ബൈക്ക് കാരണം ഒരു സ്കൂട്ടർ ആയിരിക്കും, മറ്റേ ഗ്യാസൊക്കെ എടുത്ത് കൊണ്ടുപോകുന്ന ഒരു 5-6 ഗ്യാസ് സിലിണ്ടറൊക്കെ നമുക്ക് ബൈക്കിൽ വെച്ച് കൊണ്ടുപോകാം. ആ രീതിയിലുള്ളൊരു സ്കൂട്ടർ ആയിരിക്കും. അതിൻ്റെ പേരിൻ്റെ മറന്നു. ഇവർ പറയുന്നത് പാരച്യൂട്ട് എന്നാണ് അതിന് പറയുന്നത്, ഒരു വിളിപ്പേര്. അപ്പോൾ അച്ഛനെ ഭയങ്കര പേടിയായിരിക്കും ഇവർക്ക്. അച്ഛൻ ചെറിയൊരു കാര്യത്തിന് പോലും പിന്നെ എന്താ പറയുക, നല്ലോണം അടിക്കുകയും ചെയ്യും. അപ്പോൾ അച്ഛനെ ഭയങ്കര പേടിയായിരിക്കും ഇവർക്ക്. അപ്പോൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ ബൈക്ക് എടുത്ത് പുറത്ത് പോവാണ്. വീട്ടിൽ ആരും അറിയാതെ പുറത്തേക്ക് പോവാണ്. അപ്പോൾ അവിടുന്ന് ഈ ഒരു സ്കൂട്ടർ, ഈ പാരച്യൂട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ്. ആരോ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതില്ലാതെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ഇവർക്ക് വീട്ടിലേക്ക് പോകാനും പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, അവർ വീട്ടിലേക്ക് പോകാൻ പേടിക്കും. അച്ഛൻ്റെ അടുത്ത് അടി കിട്ടും എന്നുള്ള പേടിയോടുകൂടി ഈ ഒരു ബൈക്ക് തെരഞ്ഞു പോവുകയാണ്. അപ്പോൾ വീട്ടിലെന്തായിരിക്കും അവസ്ഥ? മക്കൾ മിസ്സിങ്. അപ്പോൾ പോലീസ് കേസാവും. പോലീസ് അന്വേഷിക്കുന്നതും കാര്യങ്ങളും ഇവരെ തിരിച്ച് കിട്ടിയോ, അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു സീരീസാണ്. പിന്നെ പാരച്യൂട്ട് ആണ് ഈ ഒരു സീരീസ് എന്നുള്ളത്. ഇവരുടെ അച്ഛനായിട്ട് അഭിനയിച്ച ഈ കൃഷ്ണൻ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക പിന്നെ ക്രൂരനായ ഒരു അച്ഛൻ എന്നൊക്കെ പറയാം. പക്ഷെ എന്നാലും അവരുടെ മനസ്സിലൊരു സ്നേഹം ഉണ്ടാവും. അത് ആ രീതിയിൽ മക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണ്ടാവില്ല. അടിച്ചു വളർത്തിയാൽ എന്താ പറയുക, നല്ലപോലെ വളരുന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു വളർത്തിയത്. പക്ഷെ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ സീരീസിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ശക്തി ഋത്തിക്കും ഇയാലും, ഇവർ 2 പേര്, ഈ 2 കുട്ടികൾ കിഡ്ലൻ പെർഫോമൻസ് ആണ്. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ കിഡ്ലൻ ആയിരുന്നു എല്ലാവരുടെയും എന്നുള്ളതാണ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും പെർഫോമൻസ് വൈസ് നോക്കുകയാണ്, എല്ലാവരും അടിപൊളിയായിരുന്നു എന്നുള്ളതാണ്. പിന്നെ സ്റ്റോറി പ്രഡിക്റ്റബിൾ ആയിരുന്നു. നമ്മൾ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോവുക, ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാവുന്ന സംഭവമേ ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ്, സ്റ്റോറി ടെല്ലിംഗ് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു മിനി സീരീസാണ്. ചെറിയൊരു പ്ലോട്ടാണ്. പക്ഷെ എന്നാലും എനിക്ക് നല്ല എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഈ ഒരു സീരീസ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരു സംഭവം, ഞാൻ റീൽസ് ഒക്കെ നിൽക്കുന്ന സമയത്ത് ഒരു സംഭവം കണ്ടു. അത് ഞാൻ അവിടെ കാണിക്കാം. സംഭവം എന്താ വെച്ചാൽ, കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അതാണ് ഈ ഒരു സിനിമ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യം. അതാണ് ഈ ഒരു സിനിമ പറഞ്ഞു വെക്കുന്നുള്ളതാണ്. നമുക്കൊന്ന് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ഇവിടെ. ഓക്കെ അല്ലേ? അടുത്ത തവണ നിങ്ങളുടെ കുട്ടിയുടെ ചെറിയ തെറ്റിന് അവരെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഈ വാക്കുകളൊന്ന് ഓർക്കുക. ഒന്ന് കേട്ടു നോക്കാം സംഭവം. ഞാൻ പറയുന്ന കാര്യത്തോട് നല്ലൊരു ശതമാനം പാരന്റ്സിനും എതിർപ്പായിരിക്കും. ചെറിയ കുട്ടികളെ വഴക്ക് പറയുകയോ അടിക്കുകയോ ചെയ്യാതിരിക്കുക. മോസ്റ്റ് ഓഫ് ദ പാരന്റ്സ് കരുതുന്നത് കുട്ടികൾ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ നമ്മൾ അവരെ വഴക്ക് പറയണം, അല്ലെങ്കിൽ നന്നായി പണിഷ് ചെയ്യണം എന്നാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കുന്നത് അറിയാം. നമ്മളെ കുട്ടികൾ നാളെ അവരുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും ഒരു പ്രോബ്ലത്തിൽ ചെന്ന് ചാടുകയാണെങ്കിൽ അവരത് സോൾവ് ചെയ്യുന്നതിന് പകരം അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക ഇത് വീട്ടിൽ എങ്ങനെ അറിയിക്കാതിരിക്കാം എന്നായിരിക്കും. പക്ഷെ അത് നമ്മൾ പാരന്റ്സ് ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മളൊന്ന് അറിഞ്ഞാൽ തീരുന്ന പ്രോബ്ലം അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിങ്ങനെ ഹൈഡ് ചെയ്ത് അവർ വലിയ പ്രോബ്ലത്തിലായിട്ടായിരിക്കും ചെന്നെത്തുന്നത്. എന്ന് കരുതി അവർ പറയുന്നത് അതൊക്കെ സാധിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർ വഴക്ക് അറിയാതിരിക്കുക, അടിക്കാതിരിക്കുക, ഇങ്ങനെയല്ല പറയുന്നത്.
ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. എന്ത് മിസ്റ്റേക്ക് കണ്ടാലും അവൾ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മ്യൂച്വലി റെസ്പെക്ട് ചെയ്യുക, ആൻഡ് പണിഷ്മെന്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ആൻഡ് നമ്മളെ വീട് അവർക്ക് സേഫസ്റ്റ് പ്ലേസ് ആണ് എന്നുള്ളൊരു ട്രസ്റ്റ് അവരിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് കേൾക്കുന്ന എല്ലാ പാരന്റ്സും സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. നാളെ എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ ഒരു പ്രോബ്ലത്തിൽ ചെന്ന് പെടുകയാണെങ്കിൽ അത് എന്നോട് വന്ന് ഷെയർ ചെയ്യുമോ എന്നുള്ളത്. ഹാപ്പി ഈ ഒരു സംഭവം ഞാൻ ഇവിടെ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതാണ് ഈ ഒരു സിനിമയിൽ പറഞ്ഞു വെക്കുന്ന സംഭവം. പേരൻസ് നമ്മളെന്താ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പേരൻസിനോട് അവർ വന്ന് പറയാനുള്ള ഒരു ധൈര്യം അവർ കാണിക്കണം. അല്ലെങ്കിൽ അയ്യോ പേരൻസ് അടിക്കും, അതുകൊണ്ട് അവരോട് പറയാതെ അവരെന്നെ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് ഈ ഒരു സീരീസിൽ നടന്നത്. ആ ബൈക്കില്ലാതെ വീട്ടിൽ പോകാൻ പറ്റില്ല, ആ ബൈക്ക് എന്തായാലും വീട്ടിൽ കൊണ്ടുവെക്കണം, അല്ലെങ്കിൽ അച്ഛനോട് അടി കിട്ടും. അത് അവർക്ക് ആ കുട്ടിക്ക് ആ വീട്ടിൽ വന്നിട്ട് അവരോട് പറഞ്ഞാൽ മതി, ഇങ്ങനൊരു സംഭവം പറ്റി, തെറ്റ് പറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അടി കിട്ടും, ചിലപ്പോൾ എന്താ പറയുക ചീത്ത പറയും, ഓക്കെയാണ്. പക്ഷെ എന്നാലും കുട്ടികളോട് നമ്മൾ പേരൻസ് പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അവരെല്ലാവരോടും മക്കൾ നമ്മളോടെല്ലാം ഒന്ന് ഷെയർ ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ സീരീസിൽ പറഞ്ഞു വെക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ സീരീസ് ഒന്ന് കണ്ടുനോക്കുക, എല്ലാ മാതാപിതാക്കളും കണ്ടുനോക്കുക. എല്ലാവരും കാണാൻ പറ്റിയ സീരീസാണ്. മൊത്തം പിന്നെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല, എല്ലാവരും കാണാൻ പറ്റിയ സീരീസാണ്. ചെറിയ അൺവാണ്ടഡ് പിന്നെ എന്താ പറയുക വേർഡ്സ് ഒക്കെ വന്നു പോകുന്നുണ്ട് ചീത്ത വിളിക്കുമ്പോൾ ഒക്കെ. ഓക്കെ, അപ്പോൾ മലയാളം അവൈലബിൾ ആണ്. ഈ സീരീസ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.